ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഇപ്പോൾ ഓണിയൻ റിങ്സ് ചെയ്യുന്നത് കാണിക്കുന്നത് കടലക്കപ്പൊടി ഒരു 2 കരണ്ടി, ഈ കാണിച്ച കരണ്ടീൻ്റെ സൈസിൽ 2 കരണ്ടി, പിന്നെ മൈദപ്പൊടി 1, അരിപ്പൊടി, പിന്നെ കോൺഫ്ലവർ എല്ലാം ഓരോരോ കരണ്ടിയിൽ, ഈ കരണ്ടിയിൽ കേട്ടോ. അരിപ്പൊടി മൈദപ്പൊടി എല്ലാം, പിന്നെ ഉപ്പ് കുറച്ച്, ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ കാ ടീസ്പൂൺ ഇത് ബേക്കിംഗ് പൗഡർ, അതായത് ആപ്പസോഡ, പിന്നെ കുറച്ച് മഞ്ഞൾ, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി, അത് 1 ടീസ്പൂൺ ഇട്ടോ. ഇത് കശ്മീരി ചില്ലിയാണ് കേട്ടോ. അതിന് വന്നിട്ട് കളർ കിട്ടാനാണ്, അതിൽ എരിവ് ഉണ്ടാവില്ല, ഒരു കളറാണ് കിട്ടാൻ. ഇത് ബ്രെഡ് ക്രംസ്, നമ്മൾ ബ്രെഡിൻ്റെ കഷ്ണം വെറുതെ മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇത് പെപ്പർ പൗഡർ, അത് 1 ടീസ്പൂൺ ഇട്ടോ എല്ലാം. ഇപ്പോൾ ഉള്ളി വന്നിട്ട് നല്ല റൗണ്ട് ഉള്ളി എടുത്തോളണം, എന്നാലും നമുക്ക് ഈ നടുക്ക് റൗണ്ടായിട്ട് കിട്ടും. ഇങ്ങനെ റൗണ്ടായിട്ട് വേണം. കുറച്ച് വലിയ കട്ടിയായിട്ട്, കുറച്ച് ഘനമായിട്ട് മുറിച്ചോളൂ. ഭയങ്കര തിൻ സ്ലൈസ് അല്ല, കുറച്ച് തിക്കായിട്ട് മുറിച്ച് സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ നടുഭാഗം വേണ്ട, ഈ റിങ്ങായിട്ട് കിട്ടുന്ന മാത്രം എടുത്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. എടുത്തിട്ട് ഇപ്പോൾ ഈ പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നമ്മൾ മുറിച്ച് വെച്ച റിങ്ങില്ലേ, ഉള്ളി സവോള, അത് എന്നിട്ട് ഡിപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നല്ല മിക്സ് ചെയ്ത് കണ്ട കളർ വന്നത് കാരണം കശ്മീരി ചില്ലി ഇട്ടത് കൊണ്ടിട്ട് ഈ കളർ കിട്ടി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് ഇതിൽ മുക്കിയിട്ട് പിന്നെ അതിൽ മുക്കിയാൽ മതി. മുക്കിയിട്ട് പൊരിക്കേ വേണ്ടു. ഇതുപോലെ എല്ലാം കുറച്ച് 4-5 എണ്ണം ആദ്യം ഒന്ന് ചെയ്ത് വെച്ചേക്ക്, ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് പൊരിക്കാൻ നിൽക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, ഒന്നും പ്രശ്നമില്ല. ഞാൻ ആദ്യം 4-5 എണ്ണം ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് പാറ്റിയിട്ട് പിന്നെ കുറച്ച് നല്ല തിക്കായിട്ട് പിടിക്കും അതിൽ മസാല, ബ്രെഡ് ക്രംസ്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചോ. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇതിൽ ഈ മിക്സിയിൽ ഡിപ്പ് ചെയ്യാൻ, പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിടാം. ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലോണം ഇതാക്കി വിട്ടാൽ മതി. കുറച്ചൊന്ന് മേലെ എടുത്തിട്ട് പാറ്റി വിടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ള് ഡിപ്പ് ഇങ്ങനെ ഇതാക്കി ചുറ്റിയെടുത്താൽ ആ ഉൾഭാഗത്തിലെല്ലാം ഇത് പിടിക്കാനല്ലോ ബ്രെഡ് ക്രംസ്, അതിനങ്ങനെ ചെയ്ത്. ഇപ്പോൾ ഒരു പാനിൽ വന്നിട്ട് കുറച്ച് ഓയിൽ, ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടത്. നിങ്ങളെന്തോ വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണയിൽ പിന്നെ ഒരുമാതിരി സ്മെല്ല് വരും, നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. ഇത് അന്നേരം കഴിക്കേണ്ട സാധനം, പൊരിച്ചപാട് കഴിക്കണം, എന്നാൽ അതൊന്ന് നല്ല ക്രിസ്പിയായിട്ട് നന്നായിട്ടുണ്ടാവണം. അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ച സ്ലൈസ് എല്ലാം എടുത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓയിലിട്ടതിൻ്റെ ശേഷം അതൊന്ന് അതായത് മുരിയണം, കുറച്ച് നല്ലോണം പൊരിഞ്ഞ് കിട്ടണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ ചമ്മി മാതിരി ആയിപ്പോവും. അതുകൊണ്ടിട്ട് കുറച്ച് നല്ലോണം പൊരിയുന്ന മാതിരി നോക്കിക്കോ. അപ്പോൾ അതെല്ലാം എടുത്ത് ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കുറച്ച് ഇപ്പോൾ എണ്ണയിൽ ഇടുന്നുണ്ട്, ഓയിലിലേക്ക് എണ്ണ കുറച്ച് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട്. ഇപ്പോൾ 4-5 എണ്ണം ഈ പാനിന് താഴ്ന്ന മതി, സൈസിന് താഴ്ന്ന മതി നിങ്ങൾ പീസസ് ഇട്ടു. അപ്പോൾ ഇതിൽ 5 പീസ് ഉണ്ട്. ഈ സൈഡ് മുരിഞ്ഞതിൻ്റെ ശേഷം ആ സൈഡ് കുറച്ച് നല്ലോണം ഫ്രൈ ആയിക്കോട്ടെ, അങ്ങനെ നന്നായിട്ടുണ്ടാവും. ഭയങ്കര ഹൈ ഫ്ലെയിമും വെക്കണ്ട, ഒരളവിന് ഫ്ലെയിം വെച്ചാൽ മതി. ലാസ്റ്റ് ഫ്ലെയിം വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ടും വേണം, ബ്രൗൺ ആയിട്ടും വേണം, കരിക്കാണ്ട് എടുക്കും വേണം. കാരണം തിൻ ലെയർ കണ്ട അങ്ങനെ നന്നായിട്ടുണ്ട് കണ്ട. അത് കുട്ടികൾക്ക് ഇപ്പോൾ തണുപ്പ് സമയം സ്കൂൾ വിട്ട് വന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സ് ചെയ്യാനെല്ലാം ഈസി മെത്തേഡാണ്, ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, ബൈ, താങ്ക് യു.